ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഈ മാസം 20-ന് ആരംഭിക്കുന്ന പരമ്പരയ്ക്കായി ഇരു ടീമുകളും സജ്ജമായി കഴിഞ്ഞു. പരിചയസമ്പന്നരായ താരങ്ങളെയാണ് ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിൽ കാണാൻ സാധിക്കുന്നത് എങ്കിൽ ഒരു യുവനിരയെയാണ് ഇന്ത്യൻ ടീം ടെസ്റ്റ് മത്സരത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെയും വൈസ് ക്യാപ്റ്റനായി ഋഷഭ് പന്തിനെയും തെരഞ്ഞെടുത്ത BCCI ഒരുപറ്റം യുവതാരങ്ങളെയാണ് ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയത്. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പെട്ടെന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ പരിചയസമ്പന്നരായ താരങ്ങളുടെ അഭാവത്തിന് കാരണമായിട്ടുണ്ട്. ജൂൺ 20-ന് ലീഡ്സിൽ ആരംഭിക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് 5 മത്സര ടെസ്റ്റ് പരമ്പരയിൽ ആര് ജയിക്കും എന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ഡെയ്ൽ സ്റ്റെയിൻ. പുതുതായി നിയമിതനായ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നയിക്കുന്ന യുവ ഇന്ത്യൻ ടീമിനെ ഇംഗ്ലണ്ട് 3-2-ന് പരാജയപ്പെടുത്തുമെന്ന് സ്റ്റെയിൻ പറയുന്നു. ശനിയാഴ്ച ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അവസാനിച്ചതിന് ശേഷം സംസാരിക്കവെയാണ് സ്റ്റെയിൻ ഇക്കാര്യം പറഞ്ഞത്. കോച്ച് ബ്രണ്ടൻ മക്കല്ലത്തിന് കീഴിലെ ഇംഗ്ലണ്ടിന്റെ ജയങ്ങൾ അത് തെളിയിക്കുന്നതാണ് എന്നും താരം പറയുന്നുണ്ട്. മക്കല്ലത്തിന് കീഴിൽ ഇംഗ്ലണ്ട് സ്വന്തം മൈതാനത്ത് കളിച്ച 20 മത്സരങ്ങളിൽ 15 എണ്ണത്തിൽ വിജയിക്കുകയും 4 എണ്ണത്തിൽ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മത്സരം മാത്രമേ സമനിലയിൽ അവസാനിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജയസാധ്യത ഇംഗ്ലണ്ടിന് കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ ഇംഗ്ലണ്ടിനെ നേരിടാനുള്ള കഠിന പരിശീലനത്തിലാണ് ഇന്ത്യൻ ടീം. അതിനായി ഇൻട്രാ സ്ക്വാഡ് പരിശീലന മത്സരവും ടീം നടത്തിയിരുന്നു. ഈ മത്സരത്തിൽ താരങ്ങൾ കിടിലൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാണ് BCCI വ്യക്തമാക്കിയിട്ടുള്ളത്. നായകൻ ഗിൽ അർദ്ധ സെഞ്ചുറി നേടിയെന്നും ഓപ്പണർ റോളിൽ ഇറങ്ങിയ KL രാഹുൽ ഫോം തുടർന്നു എന്നുമുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കഠിന പരിശീലനത്തിലാണ് ഇന്ത്യൻ താരങ്ങളെങ്കിലും ഒപ്പം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ഇല്ല എന്നത് ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. അമ്മയുടെ അസുഖത്തെ തുടർന്ന് ഗൗതം ഗംഭീർ ഇന്ത്യയിലാണ് എന്നതാണ് ആശങ്കയ്ക്കിടയാക്കിയത്. അമ്മയുടെ ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഗൗതം ഗംഭീർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. പരിചയസമ്പന്നരായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പരമ്പര ആരംഭിക്കുന്നതിന് 1 മാസം മുൻപ് വിരമിക്കൽ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, KL രാഹുൽ തുടങ്ങി ചുരുക്കം ചിലർ മാത്രമാണ് പരിചയസമ്പന്നരായ താരങ്ങളുടെ ലിസ്റ്റിലുള്ളത്. ഈ സാഹചര്യത്തിൽ പരിശീലകന്റെ അഭാവം ടീമിനെ മോശമായി ബാധിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം സംശയിക്കുന്നത്. ഗൗതം ഗംഭീർ ടീമിനൊപ്പം എത്തുന്നത് വരെ VVS ലക്ഷ്മണിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ടീമിന്റെ പരിശീലനം നടക്കുക എന്ന സൂചന വന്നിരുന്നു. എന്നാൽ ഗംഭീർ ഉടനെ മടങ്ങിയെത്തുമെന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമി മേധാവിയായ ലക്ഷ്മൺ ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന്റെ 1 മാസം നീണ്ടു നിൽക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തെ തുടർന്ന് ഇപ്പോൾ ലണ്ടനിലുണ്ട്. ജൂൺ 27 മുതൽ അണ്ടർ-19 ടീം 5 ഏകദിനങ്ങൾ കളിക്കും. ജൂലൈയിൽ ബെക്കൻഹാമിലും ചെംസ്ഫോർഡിലും 2 ടെസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അക്കാദമി ചുമതലകൾക്ക് പുറമെ ലക്ഷ്മൺ അണ്ടർ-19 A ടീമുകളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനം ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഒരു T20 പരമ്പരയിൽ ഗംഭീറിന്റെ അഭാവത്തിൽ ടീമിന്റെ പരിശീലനം ഏറ്റെടുത്തത് ലക്ഷ്മൺ ആയിരുന്നു. എന്തായാലും ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യൻ ടീം മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.